സാധനം കിട്ടിയിട്ടുണ്ട്. എന്ത് പോയെന്ന് പോയേ നോക്കി എൻ്റെ സെറ്റ് കിട്ടിയതാ. ഇതാണ് മഞ്ചൽ. അങ്ങനെ അങ്ങ് നാട്ടിലെത്തി. അശ്വൈബ എങ്ങനെ കാഴ്ചകളെല്ലാം എങ്ങനെയായിരുന്നു? പറഞ്ഞാൽ ഒരു നാടൻ ഫീലുണ്ടായിരുന്നു. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും, നമസ്തേ. പിന്നെ ഇന്ന് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാസർഗോഡ് കുമ്പള ബംബ്രാണ എന്ന് പറയുന്ന സ്ഥലത്തുള്ളൊരു പഴയൊരു പാലസിലേക്ക്. അവിടേക്ക് പോകുന്ന വഴിയിലാണ് ഇത് ഈ ഞാവൽപ്പഴത്തിൻ്റെ ഒരു മരം കണ്ടത്. അതിലേക്ക് കയറി കുറച്ച് ഞാവൽപ്പഴമൊക്കെ പറക്കി അതും കഴിച്ച് ഞങ്ങളിങ്ങനെ അവിടുന്ന് വീണ്ടും യാത്രയായി. പിന്നെ കുറച്ച് പഴുത്ത നല്ല ചാമ്പക്ക കിട്ടി. നിങ്ങൾക്ക് ഇവിടെ മുന്നിൽ കാണാൻ പറ്റും ഒരു കൊട്ടാരം. അപ്പോൾ ഇപ്പം ഇതിലേക്ക് കയറുന്നില്ല. വണ്ടിയുടെ സ്റ്റോപ്പ് ചെയ്ത് ഞങ്ങളിങ്ങനെ ഒരു ഉൾവഴിയിലൂടെ നടന്നു. അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു പുഴയുടെ തീരത്തേക്ക്. അപ്പോൾ നമുക്ക് ഇത് ഷിറിയ പുഴ. ഇനി ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ നമുക്ക് കാണാം. ഓക്കെ, ഉണാർപ്പുളി, പച്ച ഉണാർപ്പുളി. അത് പോയിത്തിട്ട ഗൈസ്. അങ്ങനെ സൂര്യൻ അസ്തമിക്കാറായി. ഇത് കുമ്പള സിറിയ പുഴ. പിന്നെ നമുക്ക് ഇവിടുന്ന് എത്രയും പെട്ടെന്ന് ആ പാലസിലേക്ക് എത്തണം, അവിടുത്തെ കാഴ്ചകൾ കാണണം. പോയെന്ന് പോയേ നോക്കി എൻ്റെ സെറ്റ് കിട്ടിയതാ. ഷോയ്ബ ഇത് ഏതെന്നറിയോ? ഈ ഫോണല്ലെങ്കിൽ കണ്ടിനാ നോക്കിയാ ഏതറിയോ? ഈ കാണുന്ന പാലസിൻ്റെ ഗേറ്റ് ലോക്കായതുകൊണ്ട് ഇതിലേക്ക് കയറുന്നില്ല. അങ്ങനെ ഇതാ പിന്നെ ഒരു സ്ഥലത്തേക്ക് എത്തി. അവിടെ തന്നെ തൊട്ടടുത്തുള്ള പിന്നെ ഒരു കൊട്ടാരം. അങ്ങനെ ഞങ്ങൾ കൊട്ടാരത്തിലാണ് ഗൈസ്. പിന്നെ ഈ മുകളിൽ കാണുന്നതാണ് പല്ലക്ക് എന്ന് പറയുന്ന സാധനം. പണ്ട് കാലത്ത് രാജാക്കന്മാരെയും അതുപോലെ വലിയ വലിയ ആൾക്കാരൊക്കെ കൊണ്ടുപോയിക്കൊണ്ടായിരുന്നത് ഇതിൽ. ഇതുപോലുള്ള കല്ലുകൾ ഇവിടെ ഇഷ്ടം പോലെ കാണുന്നുണ്ട്. ഇവിടെ പുറത്ത് 1-2 ഉണ്ട്. അതേപോലെ അകത്തായിട്ടൊരു 2-3 അകത്തുമുണ്ട്. പിന്നെ ഇത് പഴയ ബ്രിട്ടീഷ് ബംഗ്ലാവിലൊക്കെ കാണുന്ന ആ ഒരു ലൈറ്റ്
പക്ഷെ ഇതിലിപ്പോൾ ലൈറ്റൊന്നുമില്ല, പൊളിഞ്ഞ് കിടക്കുന്നുള്ളത്. അതേപോലത്തെ പിന്നൊരു കല്ല്, പിന്നെ ഇതിൻ്റെ അകത്തുണ്ടൊന്ന്, ഇവിടെ ഒന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് പോയാൽ പിന്നൊന്നും കാണാനുണ്ട്. ഇത് പഴയ സിനിമയിലൊക്കെ കാണാറുള്ള ആ ഒരു ചാരു കസേര. ഇത് പഴയൊരു സ്റ്റൂല് തന്നെയാണെന്ന് അറിയില്ല, ശരിക്കറിയില്ല. എങ്കിലും കോലം കണ്ടിട്ട് സ്റ്റൂല് പോലെയുള്ളത്. ഇവിടെയൊക്കെ മൊത്തത്തിൽ നശിച്ച് കിടക്കുന്നുണ്ട്. ഇതാണ് തൊട്ടിൽ, മരം കൊണ്ടുള്ള തൊട്ടിൽ. ഡിസൈൻ ചെയ്തിട്ടുള്ള സാധനം. ഇതൊരു വിളക്ക്, ചിമ്മിണി വിളക്ക്. ഇതാണ് ഇവിടുത്തെ അടുപ്പ്. പക്ഷെ ഇവിടെ ഇത് കുറച്ച് ഭാഗം മാത്രം പൊളിഞ്ഞ് കിടക്കുന്നത്. ഇത് ഉറി, പഴയകാലത്ത് ചട്ടിയിൽ എന്തെങ്കിലും സൂക്ഷിച്ച് വെക്കുന്നെങ്കിൽ ഇതിൻ്റെ മുകളിൽ സൂക്ഷിച്ച് വെക്കും, ഫ്രിഡ്ജൊന്നും ഇല്ലാത്ത സമയത്ത്. ഈ ഡോറിൻ്റെ എല്ലാം വലിപ്പം നോക്കുക. സിംഗിൾ പടി ഇത് എന്താ. ഗൈസ് ഇതെന്തെന്നറിയില്ല. ഇതാ എടുത്താരൊന്ന് കല്ലിൻ്റെ ഇത് നോക്കുക, ഫില്ലർ റൗണ്ട് ഷേപ്പ് ആക്കിയിട്ടതാ. ഈ താഴെയുള്ള ഇതിനെ പറ്റിയിട്ടൊന്നും അറിയില്ല. പക്ഷെ എന്തോ അരി പിന്നെ നെല്ല് അതേപോലെ തേങ്ങ അങ്ങനെയൊക്കെ സൂക്ഷിച്ച് വെക്കുന്ന ഇതെന്ന് തോന്നുന്നു. ആരെങ്കിലും അറിയുന്ന ആളുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടോ കറക്റ്റായിട്ട്. ഇത് തൊഴുത്ത്, കാലിത്തൊഴുത്ത്. ഇപ്പൊ മുമ്പ് ഇത് കാലിത്തൊഴുത്തായിരുന്നു. വലിയ തൊഴുത്ത്. പിന്നെ ഇതാണ് കർഷകൻ്റെ കലപ്പ. ട്രാക്ടറൊക്കെ വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന സാധനം. ഇപ്പം ഇതൊന്നും ആരും യൂസ് ചെയ്യാറില്ല. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് വീണ്ടും നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ഇത് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഗൈസ്, ഈ സ്ഥലത്ത് നമ്മൾ നാട്ടിലേക്ക് തിരിക്കുന്നു. ഓക്കെ, ഇവിടുത്തെ എല്ലാ കാഴ്ചകളും കണ്ടെന്ന് വിശ്വസിക്കുന്നു.
അങ്ങനെ ഞങ്ങൾ നാട്ടിലെത്തി. അശ്വൈബ എങ്ങനെ കാഴ്ചകളെല്ലാം എങ്ങനെയായിരുന്നു? കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു നാടൻ ഫീൽ ഉണ്ടായിരുന്നു. നമ്മൾ കുറച്ച് സിറ്റിയിലുള്ളതുകൊണ്ടായിരിക്കാം അങ്ങനെ തോന്നുന്നത്. മെയിൻ പറയുന്നത് ഇത് നീർലിപ്പാർ എന്തോ ഒരു ടേസ്റ്റ്. പിന്നെ ജപനക്കായ ഉണ്ടായിരുന്നത് അത് ചെല്ലണ്ട എന്തോരി രസം. പിന്നെ കൊട്ടാരത്തിൽ ആ ഒരു വ്യൂ കാണുന്ന പോലെ ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ്.